നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു പുളിശ്ശേരിയുടെ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പച്ചക്കായ, വെള്ളരിക്ക, കുമ്പളങ്ങ എന്നിവ ഉപയോഗിച്ച് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പ് കൊണ്ടൊരു പുളിശ്ശേരിയാണ്. ചേമ്പിൻ പുളിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ചേമ്പിൻ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 5 ചെറിയ ചേമ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ചേമ്പ് എടുക്കുമ്പം ഈ ചൊറിയാത്ത ചേമ്പ് വേണം നമ്മൾ എടുക്കാനായിട്ട്. പുളിശ്ശേരി വെക്കുന്നതിന് ഒരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചേമ്പ് ചെറുതായിട്ട് കഷ്ണിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പോരായ്മയുള്ള ഉപ്പ് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില. ഇനി ഒരു ചെറിയ ബൗൾ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ച് ഇതിൻ്റെ വെള്ളം, ഈ കുരുമുളക് പൊടിയുടെ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുരുമുളക് പൊടിയിലെ ആ തരികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതേ കൂട്ട് ഒന്ന് അരിച്ചു കൊടുക്കുന്നത്. ഇനി ഈ മൺചട്ടിക്കകത്തേക്ക് ചേമ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കരയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 to 12 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ചേമ്പ് വെന്ത് കിട്ടും. പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 5 ചെറിയ ഉള്ളി, 1 ഉണ്ട പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് നല്ല മഷി പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. പുളിശ്ശേരിക്കുള്ള അരപ്പ് നല്ല പോലെ അരയണം. ഇനി ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 750 മില്ലി തൈരാണ് എടുക്കുന്നത്. തൈര് മിക്സിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരൊറ്റ കറക്കിന് നമുക്കിങ്ങ് വാങ്ങി വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചേമ്പൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 to 7 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ പച്ച മണമൊക്കെ മാറി കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആ മോര് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിക്കകത്തിട്ട് ഒരൊറ്റ കറക്ക് കറക്കി ഇങ്ങ് എടുത്തതാണ്. മോര് ചേർത്ത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും മോരിട്ട് തിളപ്പിക്കാൻ പാടില്ല, അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പുളിശ്ശേരിക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് അല്പം ഉപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പുളിശ്ശേരിക്ക് കടുക് വറുക്കുന്നതിന് ഒരു ഇരുമ്പിന് ചീനിച്ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ കറികൾക്ക് കടുക് വറക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പുളിശ്ശേരിയുടെ മേളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആ മുളക് പൊടിയുടെ മേളിലേക്ക് വേണം നമ്മൾ കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കടുക് വറുത്തത് ഒഴിച്ചു കൊടുത്ത് മൂടി ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം വേണം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട്. കടുക് വറുത്തൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 10 to 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംബൻ ചേമ്പിൻ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടു